ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം പറഞ്ഞത് ഓം നമോ നാരായണായ എന്ന മന്ത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ മന്ത്രത്തിൻ്റെ വേറെ ഒരു രീതിയിലുള്ള ഉപയോഗക്രമങ്ങളും അതിൻ്റെ ഫലങ്ങളുമാണ്. ഞാൻ പറഞ്ഞു, ഈ മന്ത്രത്തെ നമുക്ക് ഒരുപാട് രീതിയിൽ ഒരുപാട് തരങ്ങളിൽ ഉപയോഗിക്കാം. അത്രയ്ക്കും ശ്രേഷ്ഠമായ മന്ത്രമാണ്. അതുകൊണ്ടാണ് വീണ്ടും 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 ഇങ്ങനെ ഇതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരിലും എത്തണം, എല്ലാവർക്കും ജീവിതം നല്ല രീതിയിലാവണം എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മന്ത്രത്തെക്കുറിച്ച് തന്നെ എത്രത്തോളം ഞാൻ പറഞ്ഞില്ലേ, ചൊല്ലുന്ന ആളെ രക്ഷിക്കുന്ന മന്ത്രമാണ് ഓം നമോ നാരായണായ. ഒട്ടുമിക്ക വീടുകളിലും ഇന്ന് നമ്മൾ കാണുന്നില്ല, രോഗദുരിതങ്ങൾ കൊണ്ട് ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലേ, മാതാപിതാക്കളായാലും പ്രായമുള്ളവരെ കൊണ്ടായാലും ചെറിയ കുട്ടികളെ കൊണ്ടായാലും അല്ലേ. അപ്പോൾ അതിനൊക്കെ ഒരു നല്ലൊരു പോംവഴി എന്ന രീതിയിൽ നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറങ്ങുന്ന സമയത്തായാലും ഉണർന്നിരിക്കുന്ന സമയത്തായാലും അവരുടെ ഇടത് ചെവിയിൽ ഓം നമോ നാരായണായ 21 പ്രാവശ്യം രാവിലെയും വൈകിട്ടും, ഇത് 2 നേരം 21 പ്രാവശ്യം ചെയ്യുക. അതിന് സമയനിശ്ചയമൊന്നുമില്ല. രാവിലെ നിങ്ങൾക്ക് ചെയ്യാം, വൈകിട്ട് ചെയ്യാം. അത് പ്രായമുള്ളവരെയാണെങ്കിൽ പ്രായമുള്ളവരുടെ ചെവിയിൽ, അപ്പോൾ മധ്യവയസ്കർ ആരെയായാലും ഒരാൾ ചെയ്തു കൊടുക്കണം എന്നാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അങ്ങനെയാണ്. അതായത് ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഒരു കുട്ടിക്ക് സുഖമില്ല, അപ്പോൾ ആ കുട്ടിയുടെ ചെവിയിൽ, ഇടത് ചെവിയിൽ ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ അങ്ങനെ 21 പ്രാവശ്യം ആ മന്ത്രം ആ കുട്ടിയുടെ ഇടത് ചെവിയിൽ, ശ്രദ്ധിക്കണം, ഇടത് ചെവിയിൽ തന്നെ ഉച്ചരിക്കണം. ഇടത് ചെവിയിൽ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാലാണ് വലത് ബ്രെയിൻ ആക്റ്റീവ് ആവുള്ളൂ. വലത് ബ്രെയിന് ഈ മന്ത്രത്തിൻ്റെ വൈബ്രേഷൻ വലത് ബ്രെയിൻ പിടിച്ചെടുക്കുള്ളൂ. അതിനാണ് നമ്മൾ ഇടത് ചെവിയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചില ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികളൊക്കെ ഇല്ലേ, അപ്പോൾ ആ കുട്ടികൾക്കൊക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല മാറ്റം ഉണ്ടാകും. ബുദ്ധി വളർച്ച എത്താനും എല്ലാം നല്ല രീതിയിൽ. പ്രായമുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ചെവി കേൾക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് നല്ല രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഇത് നമുക്ക് ഓട്ടിസം ബാധിച്ച് കിടക്കുന്ന കുട്ടികളിൽ പരീക്ഷിക്കാം. തളർവാദം പിടിച്ച് കിടക്കുന്ന ആളുകൾക്ക് കൊടുക്കാം. പിന്നെ ബുദ്ധിമാന്ദ്യമുള്ളവർക്ക്, കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കൊടുക്കാം. പിന്നെ ഈ ചില കുട്ടികൾ കാണുന്നില്ലേ, ഈ പരീക്ഷയിലും പഠിക്കാതെ ഉഴപ്പി നടക്കുന്ന കുട്ടികൾ, അവരിലും മാതാപിതാക്കൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ശരിക്ക് ഒരു മെഡിസിനാണിത്. ഓം നമോ നാരായണ ഒരു മെഡിസിനാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. ഓക്കെ.